യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി ഒ.ജെ. ജനീഷ് സ്ഥാനമേറ്റതോടെ വി.ഡി. സതീശൻ പക്ഷം വീണ്ടും കേരളത്തിൽ കോൺഗ്രസിൽ പിടിമുറുക്കിക്കഴിഞ്ഞു. ജനീഷിന്റെ കടന്നുവരവോടെ 1.5 പതിറ്റാണ്ടിന് ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി എ ഗ്രൂപ്പിൽ നിന്ന് കൈവിട്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ കോൺഗ്രസിൽ അല്പം പിന്നിലേക്ക് പോയ സതീശൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ തന്റെ ഇഷ്ടക്കാരനെ അവരോധിച്ചതോടെ കോൺഗ്രസ് സർവ്വശക്തനായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസിൽ സതീശൻ ഗ്യാങ്ങിനെതിരെ ശക്തമായി നിലയുറപ്പിച്ച ചെന്നിത്തലയ്ക്കും ടി സിദ്ദിഖിനും ചാണ്ടി ഉമ്മനും തലയ്ക്ക് മുകളിലൂടെ തന്നെയാണ് സതീശൻ തന്റെ ഇഷ്ടക്കാരനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ എത്തിച്ചത്. നമുക്കറിയാവുന്ന പോലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തുന്നവരെ കോൺഗ്രസിൽ കാര്യമായ അണികളോ ഗ്രൂപ്പ് പിൻബലമോ ഇല്ലാത്ത നേതാവായിരുന്നു വി.ഡി. സതീശൻ. നിയമസഭയിലെ മികച്ച പ്രകടനം കൊണ്ട് മാത്രം ശ്രദ്ധ നേടിയിരുന്ന എം.എൽ.എ. എന്നാൽ അധികാരം ലഭിച്ചതോടെ സതീശൻ കളം മാറ്റി ചവിട്ടുകയായിരുന്നു. നിർണായക സ്ഥാനങ്ങളിൽ തനിക്ക് വേണ്ടപ്പെട്ടവരെ ഇരുത്തിയാണ് സതീശൻ കോൺഗ്രസിനെ പിടിച്ചടക്കിയത്. ഗ്രൂപ്പ് പ്രവർത്തനം കൊണ്ട് മാത്രം കോൺഗ്രസിൽ ആളായി നിന്നവരെ എല്ലാം ഒതുക്കി മൂലക്കിരുത്തി സതീശന്റെ ഈ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് മാത്രമാണ് 1.5 പതിറ്റാണ്ടിന് ശേഷം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം എ ഗ്രൂപ്പിന് നഷ്ടമായത്. ആ കസാരയിലേക്ക് എത്തിയത് ഒ.ജെ. ജനീഷിലൂടെ യൂത്ത് കോൺഗ്രസിനെയും ഒന്നാകെ സതീശൻ കൈവെള്ളയിലാക്കി കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് ഒഴിഞ്ഞ ശേഷം എ.ഐ ഗ്രൂപ്പുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിനായി ഏറെ ശ്രമം നടത്തിയിരുന്നു. കെ.എം. അഭിജിത്ത്, അബിൻ വർക്കി, ബിനു ചുള്ളിയിൽ ഇങ്ങനെ നിരവധി പേരുകൾ തലയ്ക്ക് മുകളിൽ ഉയർന്നപ്പോഴും 1.5 മാസത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് സതീശൻ തന്ത്രത്തിൽ അധ്യക്ഷ പദവി സ്വന്തം പോക്കറ്റിലാക്കിയത്. അബിൻ വർക്കിയെ വാഴിക്കാൻ നേതാവ് രമേശ് ചെന്നിത്തല കിണഞ്ഞ് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പാർട്ടിയിൽ ചെന്നിത്തലയേക്കാൾ കരുത്തൻ താനാണെന്ന് തെളിയിക്കാനുള്ള അവസരം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വഴി സതീശൻ കൃത്യമായി വിനിയോഗിച്ചുവെന്നും കാണാൻ സാധിക്കും. വലിയ പൊട്ടിത്തെറി ഒഴിവാക്കാൻ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിന് ഒരു വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനമുണ്ടാക്കി ബിനു ചുള്ളിയിലിനെ ഇരുത്തിയെന്നതും വാസ്തവമാണ്. അതിനു പുറമെ അഭിജിത്ത്, അബിൻ വർക്കി എന്നിവർ ദേശീയ സെക്രട്ടറിമാരായും നിയമിച്ചു. ഇതോടെ എല്ലാം പരിഹരിച്ചു എന്ന കണക്ക് കൂട്ടലിലാണ് സതീശനും സംഘവും നിൽക്കുന്നത്. നേരത്തെ തന്നെ KSU പ്രസിഡന്റ് സ്ഥാനം സതീശൻ തന്റെ പോക്കറ്റിലാക്കിയിരുന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ സതീശനുമായി ഏറെ അടുത്തു നിൽക്കുന്ന ആളാണ്. ഗ്രൂപ്പ് സമവാക്യത്തിൽ ഉൾപ്പെട്ടില്ലെങ്കിലും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ JB മേത്തറും സതീശനുമായി നല്ല അടുപ്പം പുലർത്തുന്ന നേതാവാണ്. ഇതോടെ സംസ്ഥാന കോൺഗ്രസിലെ പോഷക സംഘടനകൾ എല്ലാം സതീശന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഇനിയുള്ളത് INTUC ആണ്. നേരത്തെ മുതൽ കോൺഗ്രസ് നേതൃത്വം INTUCയും 2 തട്ടിലാണ് പ്രവർത്തിക്കുന്നത്. പരസ്പരം ഒരു ബഹുമാനവും ഇരുപക്ഷത്തെ നേതാക്കന്മാർ കാണിക്കാറുമില്ല. എന്നാൽ സതീശനോടുള്ള സമീപനം ആ രീതിയിൽ അല്ല. INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖർ സതീശനുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്നുണ്ട്. സതീശനെ INTUC വേദിയിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന് പറഞ്ഞ് ചില നേതാക്കൾ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സതീശന്റെ ശ്രദ്ധ മുഴുവൻ പാർട്ടിയിൽ കരുത്തനാവാനാണ്. അതിന്റെ ഭാഗമാണ് ഈ പോഷക സംഘടനകളിലെ വേണ്ടപ്പെട്ടവരെ ഇരുത്തുന്നത് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഈ കരുത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ അനുയായികൾക്ക് പരമാവധി സീറ്റ് ഉറപ്പാക്കാനാണ് സതീശന്റെ അടുത്ത നീക്കം എന്ന് കാണാം.